വാട്ട് എ വിക്ടറി ഫോർ മുംബൈ ഇന്ത്യൻസ്. വളരെ മികച്ചൊരു കളിയായിരുന്നു കളിച്ചത് മുംബൈ. ഓൾറൗണ്ട് പെർഫോമൻസ്. അത് അശ്വിനി കുമാർ ഇവനെ എടുത്തു പറയേണ്ട ഒന്നാണ്. 3 ഓവറിൽ നിന്ന് 4 വിക്കറ്റ്. അത് എടുത്തു പറയേണ്ട. ഫസ്റ്റ് മാച്ച് തന്നെ സൂപ്പർ പെർഫോമൻസാണ് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത്. കൊൽക്കത്ത വെറും 116 റൺസിന് ഓൾ ഔട്ടായി. അതിലെ തുടക്കം തന്നെ വളരെ മോശമായിരുന്നു. മുംബൈ ട്രെൻ ബോൾട്ട്, ദീപക് ചാഹർ എല്ലാവരും തന്നെ എടുത്തിട്ട് പെരുമാറുകയായിരുന്ന പോലെയാണ് കളിച്ചത്. നമ്മുടെ ഡ്രീം 11 ടീം ശോകവയ്പ്. കാരണം ആകെ 3 പേര് മാത്രമേ ഉണ്ടായുള്ളൂ ഡ്രീം 11 ടീമിൽ നിന്ന്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല. ബൗളേഴ്സിന് അനുകൂലമായി മുംബൈയുടെ ബൗളേഴ്സ് തകർപ്പൻ കളിയായിരുന്നു. പ്രത്യേകിച്ച് ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി എടുത്ത് പറയേണ്ട ഒന്നാണ്. വളരെ മികച്ച രീതിയിലാണ് മുംബൈ ഫീൽഡിങ് സെറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ബാറ്റിങ്, അതുപോലെ തന്നെ ബൗളിങ്, എല്ലാം കൊണ്ടും തന്നെ മുംബൈയുടെ ആധികാരികമായ വിജയം തന്നെയാണ് കൊൽക്കത്തക്ക് മുകളിൽ. അപ്പോൾ മുംബൈ ഇന്ത്യൻസിന് നല്ലൊരു ഇതാണ്. ഡ്രീം 11 ടീം നോക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻ പുതിയ പയ്യൻ, വൈസ് ക്യാപ്റ്റൻ റിക്കിൾട്ടൺ, പിന്നെ ടോട്ടൽ 954 പോയിൻറ്റ്സാണ് ഡ്രീം 11 ടീമിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു മുംബൈയുടെ ഭാഗത്ത് നല്ലൊരു മാച്ച് തന്നെയായിരുന്നു. കൊൽക്കത്ത അടുത്ത കളി ഇതിൽ നിന്ന് ഉൾക്കൊണ്ട് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം ഒരു ബാറ്ററിന് പോലും കൊൽക്കത്തക്ക് പിടിച്ചിരിക്കാനായില്ല.